ഹലോ നമസ്തേ. കഫ്ലിസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം നമ്മുടെ എമ്പുരാന്റെ രണ്ട് ക്യാരക്ടറും കൂടെ ഇന്ന് റിവീൽ ആയിട്ടുണ്ട്. രണ്ട് ക്യാരക്ടർ റിവീൽ 10 മണിക്കും 6 മണിക്കും. ഇന്നലെ നമ്മൾ രണ്ട് ക്യാരക്ടർ റിവീലായി നമ്മൾ അതിനെപ്പറ്റി ചർച്ചകൾ നടത്തി. അപ്പൊ ഇന്നും രണ്ട് ക്യാരക്ടർ റിവീൽ ആയിട്ടുണ്ട്. നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ആദ്യത്തേത് അനീഷ് ജി മേനോൻ അവതരിപ്പിച്ച സുമേഷ് എന്ന് പറയുന്ന ക്യാരക്ടർ. അത് ലൂസിഫർ ഉണ്ടായിരുന്നു, അതിനെ ഒന്നും കൂടെ റീഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാണ്. ഇൻട്രൊഡ്യൂസ് ചെയ്ത് അങ്ങനത്തെ ഒരു കാര്യം. ഇതിൽ നമ്മള് പുള്ളിനെ പറ്റി പറയുമ്പോ IUFന്റെ ഒരു ഇതായിട്ട് നിന്നാണ്. മറ്റേ ടോവിനോ മറ്റെന്തിനാണ് മടക്കാൻ അറിയാം, അങ്ങനത്തെ സ്റ്റേജ് പ്രോഗ്രാം. അപ്പം ബൈജു ചാന്റെ കൂടെ ആളാണ്. വേറെ സീനിലുണ്ടല്ലോ. ഉണ്ട് വേറെ ആ പാർട്ടി രംഗത്തിൽ ആ ബൈജുന്റെ സീന് വരണത് എല്ലാ ടൈമിലും പുള്ളി കൂടെ ഉണ്ട്. കുറച്ചും കൂടെ നല്ലത് കാണുമായിരിക്കും. മറ്റേ ലൂസിഫറിൽ വരുമ്പോഴത്തേക്കും ബൈജു ചേട്ടൻ പിന്നീട് ലാസ്റ്റ് നാളത്തെ ചിലപ്പം ബൈജു ചേട്ടനായിരിക്കും പോസ്റ്റർ ആയിരിക്കും. ഇപ്പൊ ബൈജു ചേട്ടൻ ലാസ്റ്റ് ലൂസിഫറിൽ വന്ന ടൈമില് കുറേശ്ശി ഒരാളായിട്ട് മാറിയില്ലേ. ഇനിയിപ്പോ ഇതില് പുള്ളിക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് റോൾ ഉണ്ടാകുന്ന നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അതിലേക്ക് വരാണ്. പക്ഷെ എന്നെ എക്സൈറ്റ്മെന്റ് ഏൽപ്പിച്ചത് രണ്ടാമത്തെ ക്യാരക്ടർ. അതാരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹംസ. ആളുടെ പേര്, ഒറിജിനൽ പേര് ബെഹ്സാദ് ഖാൻ. ഇത് ഹംസ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഹിന്ദി ക്യാരക്ടർ ആണോ എങ്ങനെയാണോ ഹിന്ദി ക്യാരക്ടറാണെന്ന് അറിയത്തില്ല, ഞങ്ങളത് ഹിന്ദി സിനിമ കാണുന്നില്ല, അതുകൊണ്ടാണ്. ക്യാരക്ടർ നെയിം സലാബാദ് ഹംസ എന്നാണ്. ഹംസ. അതുപോലെ പൃഥ്വിരാജ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം. ഈ പടത്തിന്റെ ഏകദേശം ഒരു അരമണിക്കൂറോ എത്ര ടൈം ഹിന്ദിയാണ്. അത് എല്ലാ പാർട്ടിലും തെലുങ്കിലും തമിഴിലും മലയാളത്തിലായാലും ഹിന്ദിയിലായാലും ആ പോർഷൻ എല്ലാം ഹിന്ദിയിൽ തന്നെയാണ് പറഞ്ഞത്. അത് കാണും. അപ്പൊ കൂടുതൽ ഹിന്ദി റിലേറ്റഡ് ഒരു ഇതുണ്ട് പടത്തിന്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു രംഗത്തിൽ പുള്ളിക്ക് റോള് പിടിച്ചോണ്ടാണ് നിക്കുന്നത്. പിന്നെ ഒരു ജുബ അങ്ങനത്തെ ഒരു കണ്ടിട്ടൊരു ഖുറേഷിയുടെ ടീമിലുള്ള ഒരാളാണെന്ന് ചിലപ്പോ ഓപ്പോസിറ്റ് ആളും ആവാൻ സാധ്യതയുണ്ടോ അറിയത്തില്ല. ഓപ്പോസിറ്റ് ആരാണ് നമുക്ക് അറിഞ്ഞൂടാ. റിവീൽ ചെയ്തിട്ടില്ല, പക്ഷെ റിവീൽ ആവും. ഇനി നമുക്ക് എത്ര ക്യാരക്ടേഴ്സ് ശരിക്കും ഖുറേഷിയുടെ വില്ലൻ ആരാണെന്ന് നമുക്ക് അറിയത്തില്ല. എന്തായാലും ഒരു ഒരു ഇന്റർനാഷണൽ ആക്ടർ ആണെന്നാണ് എന്റെ ഒരു വിശ്വാസം. അപ്പം എന്തായാലും മാർച്ച് 22 എല്ലാം അറിയാം. അപ്പൊ നമ്മളും തീർച്ചയായിട്ടും എക്സൈറ്റ്മെന്റ് ആണ്. ഇപ്പൊ മൊത്തം 4 ക്യാരക്ടേഴ്സ് ആയി ഇറങ്ങിയത്. ഇപ്പൊ എല്ലാവരും ഒന്നിനൊന്നും മിച്ചമാണ്. ഇപ്പൊ ഓരോ ഇതിലും നമ്മൾ ഓരോരോ പുതുമ കണ്ടുകൊണ്ടിരിക്കുന്നു. ചിലപ്പോ നമുക്ക് പറയാൻ പറ്റില്ല, ലൂസിഫറിൽ ചെറിയ ക്യാരക്ടറാണ് നമ്മൾ വിചാരിച്ചതിന്റെ കുറച്ചുകൂടി ഡെപ്ത് വെർഷൻ എമ്പുരാനിലായിരിക്കും വരുന്നത്. ഇന്നലെ ഒരു IUF ക്യാരക്ടർ സേവിയർ എന്ന് പറഞ്ഞിട്ട് ജെയ്സ് ജോസ്. ഇത് അടുത്ത IUFന്റെ രണ്ടുപേരും ലൂസിഫർ ഉണ്ടായിരുന്നതാണ്. ശരിയാണ്. ലൂസിഫറിൽ ഉള്ള രണ്ടുപേരെ കാണിച്ച് പുതിയതായിട്ട് വരുന്ന രണ്ടുപേരെ കാണിച്ച് അങ്ങനെയായിരിക്കും നാളെ വരാൻ പോണ. ലൂസിഫറിലും ഉണ്ടായിരുന്നല്ലോ ശിവതേ. എപ്പം ലാസ്റ്റ് ക്ലൈമാക്സിൽ വരും. മറ്റേ എഴുതി എന്ന് സ്വന്തം എൽ എന്ന് എഴുതി കാണിക്കുമ്പോ മറ്റേ ഗോവർദ്ധന്റെ ലാസ്റ്റ് മോളും ഇവളും കൂടെ നിക്കണ ഒരു ക്ലൈമാക്സ് സീനുണ്ട്. അവളിങ്ങനെ ശ്രദ്ധിച്ചില്ല. അതായത് ലൂസിഫർ ആണ് ലാലേട്ടനാണ് തിരിച്ചു കൊണ്ടുവരുന്നത് കുടുംബത്തിനെ. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞത് ലൂസിഫർ ഇല്ലായിരുന്നാണ്. ഞാൻ ഇവിടെ അവനും പറഞ്ഞൊന്നുമില്ല. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയാണ് കഴിച്ചത്. അങ്ങനെ ഒരു ഉള്ള കാര്യങ്ങൾ. അപ്പൊ എന്തായാലും ഇന്നത്തെ 2 ക്യാരക്ടേഴ്സ് അടിപൊളിയായിരുന്നു. നാളത്തെ ക്യാരക്ടേഴ്സിന് വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ്. അപ്പോ അപ്പൊ ഇന്നത്തെ വിഷയം അത്രേ ഉള്ളൂ. അപ്പൊ നാളത്തെ ക്യാരക്ടേഴ്സിന്റെ മിസ്റ്റേക്ക് പറ്റാതെ നമ്മൾ റെലവെന്റ് ആയിട്ട് വരും. അപ്പൊ പുതിയൊരു വീഡിയോവുമായി നാളെ വരുന്നത് വരെ അൻറ്റിൽ ദെൻ